നമസ്കാരം, വണ്ടി ബസ്സിന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണ വണ്ടി ടാറ്റ അൾട്ര T.7 സീരീസിൽ പറഞ്ഞ വണ്ടിയാണ് കേട്ടോ. അപ്പോ ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കിടക്കാം. ഇത് 4 വീൽ വണ്ടിയാണ് കേട്ടോ. അതായത് 4 ചക്രമാണ് ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പൊ ചെറിയ കാർഗോ പർപ്പസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കിടക്കുന്ന മുതല്. ബാക്കിലുള്ള കൂട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതിന് മുന്നേ ഒരു ലൈലൻഡിന്റെ വണ്ടി നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൂട് വണ്ടി. അപ്പോൾ ഇത് കാർഗോ പർപ്പസിനൊക്കെ നന്നായിട്ട് പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ടാറ്റയുടെ അൾട്ര സീരീസിൽ വരുന്ന T.7 ഈ മോഡൽ വണ്ടി. അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാമല്ലേ നമുക്ക്. ഇതിന്റെ ഓവറോൾ ഗ്രോസ് വെയിറ്റ് വരുന്നത് 7300 kg ആണ് കേട്ടോ. എഞ്ചിൻ 4SPCR സീരീസിൽ വരുന്ന എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പവർ 100 HP ആണ്. RPM നോക്കുകയാണെങ്കിൽ 2800 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് 300 ഓട്ടോമാറ്റിക് ടോർക്ക് 1200 2000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പേലോഡ് 4.3 ടണ്ണാണ് ഇതിന്റെ പേലോഡ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ലോഡ് ബോഡി ഓപ്ഷൻസ് ഫിക്സഡ് സൈഡ് ഡെക്കും ഹൈറ്റ് സൈഡ് ഡെക്കും ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ബോഡി ലെങ്ത് 12 ഫീറ്റും 14 ഫീറ്റിന്റെയാണ് ഇതിൽ വരുന്നത്. വാറണ്ടി 3 വർഷമാണ് ഇതിന്റെ വാറണ്ടി അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സർവീസ് 40,000 കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ഇന്റർവെൽസ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ മാനുവൽ ഷിഫ്റ്റ് ആണ് വരുന്നത്. 5+1 ഇതിന്റെ മാനുവൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ എങ്ങനെയാണ് വരുന്നത്, കാണാനൊക്കെ നല്ല അഡാർ ലുക്കാണ്. പിന്നെ സൈഡ് പോർഷൻ കാര്യങ്ങളൊക്കെ ഓവറോൾ കാണാൻ നല്ല അഴകായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് ഈ ടൈപ്പ് വണ്ടിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെ കാർഗോ അങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രിപ്പിനൊക്കെ അങ്ങനത്തെ യൂസിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു കിടക്കണ മുതല്. പിന്നെ ഇതിന്റെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ ഭാഗവും അതുപോലെ ആഡ്ബ്ലൂ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ്. 90 ലിറ്ററാണ് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഓവറോൾ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ കൂടിന്റെ സൈസ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കൂട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ആ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ബാക്കിൽ വരുമ്പോൾ ടാറ്റ എന്ന് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇത്രയും സ്പേസ് ഉണ്ട് ഇതിന്റെ ഇന്റീരിയറിൽ കേട്ടോ. എന്തായാലും ഓവറോൾ നല്ല ഒരു അടിപൊളി വണ്ടി. ചെറിയ ആൾക്കാർക്ക് ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു പാഴ്സൽ പരിപാടിയിലേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വണ്ടി വെച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കിൽ വരുമ്പോൾ ടൈൽ ലാംപ്സ്, അതേപോലെ ഷാസിറ ഭാഗം, സ്റ്റെപ്പിനി ടയർ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലൊരു ക്രാഷ് ഗാർഡ്, അതായത് ഒരു ഭയങ്കര ഒരു എന്താ പറയാ, വണ്ടിയൊക്കെ വന്ന് ബാക്ക് തട്ടാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഷ് ഗാർഡ് വെച്ചിട്ടുണ്ട്. അത് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. കാരണം വെച്ചാൽ ബാക്കിൽ നിന്നുള്ള ഇടിയും അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകുമ്പോഴുള്ള ഇടിയൊക്കെ ഒഴിവാക്കാനായിട്ട് ആ ഗാർഡ് നല്ലതാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് പില്ലറിന്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അതിന്റെ ഷാസിറ ഭാഗങ്ങളൊക്കെ ശരിക്കും കാണാണ്ട്, മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ കാണാണ്ട്, വീല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലീഫ് സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഓവറോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പൊ ശരിക്കും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലീഫ് സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ, ഷാസിറ ഭാഗങ്ങളെല്ലാം. പിന്നെ ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുകാരൊക്കെ ഇതിന്റെ അടിയിൽ പെടാതിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഗാർഡ് ശരിക്കും യൂസ് ചെയ്യണത്. പിന്നെ ഫ്രണ്ട് വീലിന്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എയർ ക്ലീനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്, എഞ്ചിന്റെ പേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് അതിലേക്ക് കയറി ചെല്ലാനൊക്കെ ആയിട്ട്. എയർ ക്ലീനർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈഡിലായിട്ട് ബാറ്ററി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയറിന്റെ ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ഓവറോൾ പുറത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ഗാർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ഒരു ഗാർഡ് നല്ലതാണ്. ബൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് നമുക്ക് ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് അത് ബുദ്ധിമുട്ട് വരിക. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വീഴാനായിട്ടുള്ള സാധ്യതകൾ കണ്ടമാനാണ്. പിന്നെ ഈ വണ്ടിക്ക് ഗിയർ അഡ്വൈസർ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുമ്പോൾ അതിലൊരു ബീപ്പ് സൗണ്ടോടുകൂടി കാണിക്കും. അപ്പൊ നമുക്ക് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യമാണ്. ബാക്ക് വീലിന്റെ കാര്യങ്ങൾ ഒക്കെയാണ് കാണുന്നത്. അപ്പോളോ ടയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോളോ ഷാസി, അതുപോലെ തന്നെ നമ്മുടെ സൈലൻസറിന്റെ ഭാഗമാണ് കാണുന്നത്.
തൊട്ടിപ്പുറത്തായി ഡീസൽ ടാങ്കിന്റെ ഭാഗം, അതിന്റെ ഇപ്പുറത്തായിട്ട് ആഡ് ബ്ലൂ നിറയ്ക്കുന്ന ആ ഒരു ഡെഫിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്രിക്കോ മോട്ടോഴ്സ് ആയിട്ട്, തൃശ്ശൂരുള്ള ആപ്രിക്കോ മോട്ടോഴ്സ് ആയിട്ട് ബന്ധപ്പെടുക. ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോ ഇതാണ് ഫ്രണ്ട് വീല് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു വെറുപ്പിക്കണില്ല. അതാ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ, ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും കാണാനുണ്ട്, എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് ആ ഭാഗത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓവറോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉള്ളത് ടാറ്റയുടെ ആപ്രിക്കോ മോട്ടോഴ്സിന്റെ യാർഡിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് വണ്ടികൾ തൊട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് നമുക്ക് ഇട്ട് പോവാട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി വണ്ടിയുടെ ഉള്ളിൽ കയറുന്നതാണ്. വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. വണ്ടിയുടെ ഉള്ളിലാണ് ഇനി ബാക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും വണ്ടി ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പൊ ഇതാണ് ഡോറ് കാര്യങ്ങളൊക്കെ. നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറാം. വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണാൻ സാധിക്കുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ ഹോട്ട് സീറ്റിൽ തന്നെ കയറി ഇരിക്കണല്ലോ, അതല്ല അതിന്റെ ഒരു രീതി. അപ്പൊ നമ്മൾ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ആംബിയൻസ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ്. മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ബാക്കിൽ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഡോറിന്റെ പാഡൊക്കെ നല്ല മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് കൺസോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നേക്കണത്. ഇവിടെ നമുക്ക് ആ ഒരു ബ്ലോർ ഏസിയുടെ, അതുപോലെ തന്നെ നമുക്ക് 5+1 ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ വന്നേക്കുന്നത്. അതുപോലെ തന്നെ അതായത് ഹെവി മോഡ്, ലൈറ്റ് മോഡ്, അങ്ങനെ മോഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൺസോൾ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള കൺസോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ അപ്പോൾ ഇതുപോലെ അനലോഗായിട്ട് ഡിജിറ്റലായിട്ടും ഒരു എന്താ പറയാ, ഒരു പാട്ട് പോകുന്നതിന്റെ ഇടയിൽ ഓപ്പറേറ്റ് വരും, ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ ഇതാണ് ഡിജിറ്റൽ അനലോഗ് ആയിട്ടാണ് ഇതിന്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 5+1 അത്യാവശ്യം സ്പേഷ്യസും ആയിട്ടുള്ള നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ളൊരു ഇന്റീരിയർ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിച്ചു നോക്കണമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി സമയം നേരത്തെ വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് വേറെ 1-2 കണ്ടന്റ് കൂടി എടുക്കാണ്ട്, അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചു നോക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോഴേക്കാണ് വണ്ടി ഇത് പാട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ്, ഇത് ക്രൂസ് കൺട്രോൾ സിസ്റ്റം ആണ് കേട്ടോ ഈ സാധനം. അത് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രൂസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പുറത്തുള്ളത് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സിന്റെ ആ ഒരു നോബ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഉടൻ തന്നെ ഒരു നല്ല നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. ഇത് നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിന്റെ വണ്ടികൾ നല്ല നല്ല വെറൈറ്റി കണ്ടന്റ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലെ എത്തിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ വരാം. അതിലേക്ക് തൽക്കാലം ബൈ, നമസ്കാരം.